ഇപ്പോൾ ബിരിയാണി അല്ല വേറെ ഏത് ബിസിനസ്സാണ് തുടങ്ങിയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി പോകുന്ന ആളുമായിട്ടുള്ള ഡിസ്കഷൻ അത് അത്യാവശ്യമാണ്. ബസമതിയാണ് എനിക്ക് നല്ലതായി തോന്നിയത്. ഒരു ഷെഫ് മാത്രമല്ല, ഒരു മോട്ടിവേഷൻ ക്ലാസ് ഡീൽ ചെയ്യുന്ന ആൾ കൂടിയാണ്. അതിൽ വളരെ അഭിമാനം. എൻ്റെ പേര് മോഹസിൻ, സ്ഥലം കോഴിക്കോട് പറമ്പസാർ. ഒരു 10 വർഷം മുമ്പ് ഒരു ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇപ്പോൾ 4 വർഷമായിട്ട് ഷെയർ മാർക്കറ്റിൽ ചെയ്തുകൊണ്ട് നടക്കുന്നു. ബിരിയാണി സൂപ്പറായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് തോന്നി. പിന്നെ ബീഫ് ബിരിയാണി കഴിച്ചില്ല, റൈസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. 3 ബിരിയാണി ഞാൻ എടുക്കുന്ന മുമ്പ് വേറെ ആൾ വന്നിട്ടൊന്ന് മിക്സായി പോയി എനിക്ക്. പക്ഷേ എങ്കിലും ബസമതിയാണ് എനിക്ക് നല്ലതായി തോന്നി. വരുമ്പോൾ പ്രതീക്ഷ അങ്ങനെ ഇതൊക്കെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു എന്താ പറയുക, ഒരു സംഘമായിട്ട് രൂപീകരിച്ച് ബിസിനസ് തുടങ്ങാനുള്ള പരിപാടി. നാട്ടിലെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ കുറച്ച് വർക്ക് കൊടുത്തിട്ട് ചെയ്യാനുള്ള പരിപാടിക്ക് അറിഞ്ഞു. പുതിയ എന്താ വെച്ചാൽ നമ്മൾ ഏത് കാര്യങ്ങളും ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ബിരിയാണി അല്ല വേറെ ഏത് ബിസിനസ്സാണെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി പോകുന്ന ആളുമായിട്ടുള്ള ഡിസ്കഷൻ അത് അത്യാവശ്യമാണ്. അല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് നടക്കില്ല, കാരണം അത് ഫ്ലോപ്പായി പോകും. പിന്നെ പുതിയ ബിസിനസ്സുകൾ ഉപദേശം എന്ന് വെച്ചാൽ ഇതന്നെ പറഞ്ഞു തന്നെ എപ്പോഴും പിന്നെ ചെയ്ത് പരിചയമുള്ള ആളുമായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏതാ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാം. ഷെഫിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ഷെഫ് മാത്രമല്ല, ഒരു മോട്ടിവേഷൻ ക്ലാസ് ഡീൽ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം നമ്മൾ കേട്ടപ്പോൾ നമുക്ക് സത്യത്തിൽ ഞാനൊക്കെ രാവിലെ 4 മണിക്ക് 3 മണിക്ക് എണീറ്റ് പോകുന്ന ആളാണ്. സാധാരണ ഉച്ച ഉറക്കമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ആ ഉറക്കമൊന്നും ഇല്ലാതെ നമുക്ക് ബോറടിക്കാതെ ക്ലാസ് കണ്ടിരിക്കാൻ തോന്നി. അതിനെ ഇതിപ്പോൾ നമ്മൾ തുടങ്ങുന്ന ബിസിനസ് അല്ല, ഞാനൊരു ക്ലാസ് എടുത്തല്ലോ സ്റ്റാൻഡേർഡിനെ കുറിച്ച്. അതെ ഈ സാമ്പത്തികം തിരിച്ചു പിടിക്കുന്ന അതെ, അത് ഞങ്ങളിപ്പോൾ അത് ഗ്രൂപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അവിടെ ആ നാട്ടിൽ സക്സസ് ആവുന്നതിൽ വിചാരിച്ചിരിക്കുക. എന്തായാലും ഇതെല്ലാം ഇതിൻ്റെ ഒപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഒരു കൈ കൂടെ വേണം, എന്നാലേ നമ്മളെ എല്ലാ ബിസിനസ്സും ശരിയാവും. എല്ലാത്തിനും ഒരു ലെക്കാണല്ലോ. അപ്പോൾ ആ സ്ട്രാറ്റജി നിങ്ങൾ പറയുന്ന ഓഫറുകളും കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ട്. സത്യത്തിൽ എൻ്റെ ഒപ്പമുള്ള എനിക്ക് 2 കുട്ടികളാണ്, പെൺകുട്ടികളാണ്, വലിയ കുട്ടികളാണ്, വൈഫും. അവരൊക്കെ ഈ കുക്കിങ്ങിൽ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇന്ന് പോരാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് പോരാന്നാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സൊക്കെ മകളെയും വൈഫിനെയും കൊടുത്തിട്ട് വിട്ടിട്ട് തായമ വന്നിരിക്കണം എന്നുള്ള ഒരു പ്ലാനും ഉണ്ട്. അത് വേറൊരു ഫുഡുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട്. എന്തായാലും വളരെയധികം സന്തോഷം. 3 ബിരിയാണിയും അടിപൊളിയായിരുന്നു. വെറൈറ്റി വേറെ ടേസ്റ്റ് ആയിരുന്നു. മസാല തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണോ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് ആ രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറ്റി പറയാറ് വളരെ സൂപ്പറാണ്. എല്ലാം കൊണ്ടും എല്ലാ വർഷം 3 വർഷം കൂട്ടിയിട്ട് വരണമെന്നെല്ലാം വിചാരിച്ചത് വരാതിരുന്നാൽ അങ്ങനെ. പക്ഷേ വന്നപ്പോഴാണ് മനസ്സിലായത് വന്നിട്ട് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കുറച്ച് നേരത്തെ വരണമെന്ന് തന്നെ ഞാനിപ്പോൾ തോന്നിപ്പോകുന്ന എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയ്ക്കതിലുപരി നന്നായിട്ട് പഠിച്ചെടുക്കാൻ സാധിച്ചു.